തോട് നിറച്ച ആൾക്കാരാണല്ലോ അല്ലേ. അങ്ങനെ ഒരു തീ കൂട്ടാൻ മറന്നുപോയ ഒരു ദിവസത്തിൻ്റെ കഥയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോസാണ് ഇന്നലെ ഇടണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പം മടി കാരണം ഇന്നലെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മക്കുണ്ടല്ലോ ഇടക്കും തലക്കൊരു മടി വരാനൊക്കെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാക്കണം രാവിലെ തന്നെ നല്ല വെയിലും കാര്യങ്ങളും വന്നിരിക്കണം കേട്ടോ. അപ്പോൾ മകൾ ഇതാക്കണം സ്കൂൾക്ക് പോകണ തിരക്കിലാണ്. ഓള് സ്കൂൾക്ക് പോയിട്ടുണ്ട്, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പം നേരത്തെ കാലത്ത് അങ്ങോട്ട് ഒരുങ്ങി പോകണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളി ഒരു ചായ കുടിയാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമുക്ക് റവ ഉപ്പുമാവും ചായയാണ് കേട്ടോ. എളുപ്പമാണല്ലോ ആ ഒരു കടി ഉണ്ടാക്കാനായിട്ട്. റവ ഉപ്പുമാവും ചായ ഉണ്ടാക്കാൻ വലിയ മെനക്കെട്ട പണിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചായ കുടിക്കുന്ന തിരക്കാണ് കേട്ടോ. അത് മൂപ്പർ ഇതാക്കുന്നത് നല്ല സാറായിട്ട് ചായ കുടിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും ചായ കുടിച്ചിട്ട് മറ്റോരൊക്കെ ചായ കുടിച്ച് പോയിട്ടോ. മറ്റോല് എന്ന് പറയാനൊന്നും ഇവിടെ ആരുമില്ല കേട്ടോ. കണ്ണനെ ഏതായാലും പോയതല്ലേ. അപ്പോൾ ഉണ്ണിമോളും തന്നെ ഒരാഴ്ചയായിട്ട് നാത്തൂൻ്റെ അടുത്ത് വിരുന്നാട്ടോ. നമ്മളെ വലിയ നാത്തൂൻ്റെ അടുത്ത് വിരുന്നാണ്. അപ്പോൾ ഇതാക്കണ് അതിൻ്റെ ഒരു ഇതിലാണ് പിന്നെ ആ കുഞ്ഞാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ഓക്കും തന്നെ ഭയങ്കര ബോറടിയാണ്. ചേച്ചി ഇല്ലായിട്ട്, ചേച്ചി ഇല്ല, ഏട്ടനും ഇല്ല, വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ വർത്താനം പറയാനും കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ഇല്ലായിട്ട് ഭയങ്കര ബോറടിയാണ്. ഏതായാലും ഇപ്പോൾ ഇന്ന് മൂപ്പത്തിനെ കൊണ്ടാക്കണം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസം സ്കൂളില്ലല്ലോ, വെള്ളിയാഴ്ചയല്ല ഇന്ന്. അപ്പോൾ ശരി ഞായർ സ്കൂളില്ല, ഞാൻ അവിടെ നിൽക്കാൻ പോവുകയാണ്, എന്നെ കൊണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്കൂൾക്ക് പോയത്. അപ്പോൾ ഏതായാലും വൈകുന്നേരം വരട്ടോളം കൊണ്ടാക്കി കൊടുക്കണം. അങ്ങനത്തെ എല്ലാതും കൂടിയിട്ട് ഒരൊറ്റ വീഡിയോ ആണ് ഇട്ടത്. അപ്പം എന്തപ്പോൾ പണി വെച്ചാൽ എല്ലാവരും 4 ബൈക്ക് പോയിക്കണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ കുറച്ച് പണികളുണ്ട് ഇവിടെ എടുക്കട്ടെ. ഇന്ന് ഏതായാലും പുഴയ്ക്ക് പോയിട്ടില്ല. തിരുമ്പലും കുളിയൊന്നും പെൻഡിങ്ങിലാണ് കേട്ടോ, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫോണൊക്കെ തോണ്ടി ഇങ്ങനെ കുത്തുന്നാൽ പോരല്ലോ. ഇന്നിപ്പോൾ ഈ ഒരു അടുക്കളയിൽ തീ കൂട്ടണില്ല കേട്ടോ. തീ കത്തിച്ചില്ല, ഒരു പരിപാടിയില്ല. ഗ്യാസ് കൊണ്ടും തീ കൂട്ടണില്ല. ഇന്നിപ്പോൾ ആകെ മൊത്തത്തിൽ തീ കൂട്ടാത്തൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെന്താ ഇപ്പോൾ ഇവളിത് വായു മുണങ്ങിയേക്കാരെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല നിങ്ങൾ. അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമ്മളെ വലിയ അമ്മോൻ്റെ മകൻ്റെ വാർപ്പാണ് ഇന്ന്. അപ്പോൾ അവിടുന്ന് ബിരിയാണി തട്ടാലോ എന്നില്ല, കാലിപ്പള്ളൊക്കെ ആയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അടുക്കളയത്തെ അകത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാക്കണം അടിച്ചു വാരലും തുടക്കലും വീതനമൊക്കെ തുടച്ച് പാത്രമൊക്കെ കഴുകി അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ്. ഇനിയിപ്പോൾ അതാ പെൻഡിങ്ങുള്ള പരിപാടിയാണുള്ളത്. പെൻഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ തിരുമ്പാനും കുളിക്കാനാണ് പെൻഡിങ് ഇല്ല. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു നേരത്തെ നമുക്ക് പുഴയിൽ പോകൽ നടക്കില്ല, ഭയങ്കര വെയിലേ കാരട്ടോ. അപ്പോൾ ആ ഒരു വെയിൽ കൊള്ളാനൊന്നും എന്നെ കൊണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് കുളിക്കാനങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് കുറച്ച് കാട് വെട്ടിയാലോ എന്നുള്ളൊരു ഇത് കേട്ടോ. അപ്പോൾ കാട് വെട്ടാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഏതായാലും ചോറും കൂട്ടാനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയം കൂടി നമുക്ക് ഈ ഒരു പണിയും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പണി എടുക്കാൻ പോകുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സേവനാവാരതാക്കണം മഴയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ തുടങ്ങൂലേ. അങ്ങനെ ഇതാക്കണം കവടി നിരത്തപ്പോൾ ഇപ്പോഴാണ് കേട്ടോ സമയം കിട്ടിയത്. അപ്പോൾ ഞാനിതാ വേഗം കത്തിയൊക്കെ എടുത്ത് ഇറങ്ങിയതിന്. കത്തിയുണ്ട്, അതേമാതിരി തന്നെ ചൂലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ വള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കമ്മൽ ചെടീൻ്റെ വള്ളിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്നോ കാലത്ത് കൊണ്ടുവന്നിട്ടതാണ്. അതിന്മേൽ പൂക്കളുണ്ടാകലുണ്ട്. നമ്മൾ ഓണത്തിനൊക്കെ പൂവിടാൻ 1-2 പൂക്കൾ അതിന്മേൽ കിട്ടലുണ്ട്. പിന്നെ ഈ തെച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങോട്ടാണ് വളർന്നു പോകുകയുണ്ടോ. ഈ ഒരു കുറ്റിയാകുകയാണെങ്കിൽ നല്ല രസമല്ലേ, കുറേ പൂവ് ഉണ്ടാവും. ഇതിങ്ങനെ വമ്പം മരയാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു തെച്ചിക്കൊരു പ്രത്യേകത കൂടി ഉണ്ട്. 2 കൊമ്പ് ഒപ്പം വെറുതെ കുത്തിയതാണ് കേട്ടോ. ഈ വെറുതെ കുത്തുമ്പോൾ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കളിപ്പിക്കലും കൂടി ഓലെടുത്ത് ഉണ്ടാവും കേട്ടോ. വെറുതെ എവിടെയെങ്കിലും ഒന്ന് കുത്തിച്ചാരി വെക്കുകയാണെങ്കിൽ അപ്പം അതിന് മുള പൊട്ടി വേരൊക്കെ ഇറങ്ങി നല്ല ഉഷാറായിട്ടാണ് ഉണ്ടാവും. നമ്മൾ ആഗ്രഹിച്ചാണ് കുത്തിയാലുണ്ടല്ലോ അതങ്ങോട്ട് ഉണ്ടായി കിട്ടാൻ ഒരുപാട് ചില്ലറല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കൂടുതലും ചെടികൾ ഇവിടെ മുളച്ചത്. അങ്ങനെയാണ് വെറുതെ കൊണ്ടുവന്ന് കുത്തിയതാവും. അങ്ങനെയാണ് ആ തെച്ചി മുളച്ചത് കേട്ടോ. ആ തെച്ചിയുമ്പോൾ 2 കൊമ്പുണ്ട് അവിടെ. ഒന്ന് റോസ് ഉണ്ട്, ഒന്ന് മഞ്ഞയുണ്ട് കേട്ടോ. മഞ്ഞ തെച്ചിയുണ്ട്, ഒന്ന് റോസ് തെച്ചിയുണ്ട്. അപ്പോൾ 2 ഒരുത്തുടിയിലാണ് ഞാൻ വെറുതെ കുത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ വളർന്ന് വന്ന് ഏതായാലും ഇപ്പോൾ മരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വെച്ച് പിന്നെ എന്താക്കണം ഇവിടെ കുറച്ച് വെട്ടി ഒതുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും വെട്ടി ഒതുക്കണ പരിപാടിയിലാണ് ഞാൻ. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മടിപ്പണിയിൽ ഇങ്ങനെ എടുക്കണ പണിയാണ് കേട്ടോ. ഇങ്ങനെ പെൻഡിങ് ആക്കി വെച്ച പണിയാണ് ഇതൊക്കെ. അപ്പോൾ കത്തിയൊക്കെ എടുത്താണ്ട് ഇറങ്ങിയാൽ ഇതൊക്കെ പാടെ തീർത്തിട്ടാണ് കയറുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര മടിയാണ് ഈ മുറ്റത്തേക്ക് ഇറങ്ങാനും ഈ ഒരു ചെമ്മൽ ഒന്നിപ്പോൾ വലിച്ചിടാനും അതേമാതിരി തന്നെ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചിടാനൊക്കെ ഭയങ്കര മടിയാണ്. അതിനെ ഇറങ്ങിയാൽ പിന്നെ അതൊക്കെ പാടെ തീർത്തിട്ടാണ് കയറുള്ളൂ.
ഇന്നിപ്പോൾ ഏതായാലും നമുക്കൊരു ദിവസം കിട്ടിയതാണല്ലോ. അപ്പോൾ ചോറും കഞ്ഞിയൊന്നും വെക്കണ്ട, ആർക്കും ഇതാക്കണ് വേഗം എല്ലാവരും വാർപ്പിന് പോയി സ്കൂൾക്കൊക്കെ പോയതല്ലേ. അപ്പോൾ തീ കൂട്ടലും കാര്യങ്ങളൊന്നും വെപ്പും തീനും കൂടിയൊന്നും ഇല്ല. തീനും കൂടിയൊക്കെ ഉണ്ട്, പക്ഷേ വെപ്പില്ല എന്നുള്ളൂ. അപ്പോൾ ആ ഒരു അവസരത്തെ നമുക്ക് വെറുതെ ഇരുന്ന് ഫോണിലൊക്കെ തോണ്ടിയിട്ട് ഇങ്ങനെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് കണ്ട് ഇറങ്ങിയത്. ഇതിപ്പോൾ നമ്മളല്ലാതെ വേറെ ആരും എടുക്കൂല. അടുക്കള പണീൻ്റെ പോലെ തന്നെയുണ്ട് ഈ ഒരു പണികളൊക്കെ. മക്കളോട് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തോണ്ടിയാണ്ട് ഓൾക്ക് വേണോ വേണ്ടേ വെച്ചിട്ടാണ് ആ ഓരോ പണികൾ എടുക്കൽ. അപ്പോൾ അതിനും വേദന നമ്മളാണ്ട് എടുത്താൽ ഈ ഒരു ചിന്താഗതി തന്നെയാണ് ഇന്നെ തളർത്തുന്നത് കേട്ടോ. എനിക്ക് ഇതാക്കണം, മക്കൾക്ക് ഇതാക്കണം, വളം വെച്ച് കൊടുക്കണം, എൻ്റെ ഈ ഒരു ചിന്താഗതി മാത്രമാണ്. അപ്പോൾ ഓല എടുത്താൽ ശരിയാവില്ല, ഞാൻ മാത്രം എടുത്താലേ റെഡി ആകുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് കേട്ടോ. എനിക്ക് വല്ലാതെ ഉണ്ട് അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും പിന്നെയും എടുത്തുകൊണ്ട് 2-ാം മണി 3-ാം മണി എടുത്തുകൊണ്ട് നിൽക്കണത്. അപ്പോൾ ഏതായാലും ഇന്ന് മക്കൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ആരും ഇല്ല. അപ്പോൾ നമ്മളെ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് പണിയിലാണ്. ഇപ്പം നേരം കുറേ ആയി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. വെയിൽ നല്ല പോലെ ചൂടാണ്ട്. ഇപ്പം മഴ ഏതായാലും ഇപ്പോൾ കുറേ ദിവസത്തിന് മഴ ഇല്ലല്ലോ അല്ലേ. വൈകുന്നേരത്ത് ചിലപ്പം പെയ്ത് അങ്ങനത്തെ ഒരു മഴയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏതായാലും അടിച്ചു വാരല്ലേ, 4 പാടം കൂടി നല്ല ഉഷാറായിട്ടും തട്ടിക്കൊട്ടിയൊന്ന് അടിച്ചു വരത്തേ ചേച്ചി നിന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇറങ്ങുകയാണെങ്കിൽ സുയിപ്പ് ഇതാണ് കേട്ടോ. നമ്മൾ ഇതാക്കണം നേരം പോകണമെന്ന് അറിയില്ല, അങ്ങനെ എടുത്തോണ്ടേക്കാരം. അകത്തത്തെ പണിയാണെങ്കിൽ നമ്മൾ ക്ലോക്കൊക്കെ നോക്കിയിട്ട് അങ്ങനെയല്ലേ എടുക്കുള്ളൂ. സമയത്തിന് ആ ഒരു ഇതിലൊക്കെ തിന്നും കുടിച്ചിട്ടേക്കാരം നമ്മൾ ഈ ഒരു പണികളൊക്കെ എടുക്കുക. പക്ഷേ ഈ പുറം പണി എന്ന് പറഞ്ഞാൽ ഒരു നേരം കാലം ഇല്ലാത്ത പണിയാവും കേട്ടോ. അപ്പോൾ സമയം ഇത്ര ആയിന്നോ ഇന്ന പണി എടുക്കണം അങ്ങനത്തെ ആ ഒരു ചിന്താഗതി ഇല്ലാതെയാണ് ഈ പുറം പണി എടുക്കുക കേട്ടോ. അവിടേക്കൊന്ന് അടിച്ചു വാരി ഇവിടേക്കൊന്ന് അടിച്ചു വാരി വെട്ടാലൊക്കെ ഒന്ന് വെട്ടി വരുമ്പോൾ തന്നെ സമയം കുറേ ആകും. അങ്ങനെ ഇതാക്കണം ഉമ്മറമുറ്റം കഴിഞ്ഞ് 2 സൈഡും കഴിഞ്ഞ് ഇനി ലാസ്റ്റ് വരുന്നത് ഇതാക്കണം ഈ അടുക്കള മുറ്റത്ത് കാണട്ടോ. ഇവിടെയാണ് പിന്നെ വലിയ പണികൾ, വമ്പം സ്രാവുകൾ കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇവിടെ എടുത്താലും തീരാത്ത പണികളേ കാരണം കുറേ ഒന്നിനും വെട്ടാനുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഞാൻ പറഞ്ഞില്ലേ പുളിമരമൊക്കെ അത് ഇഷ്ടംപോലെ വളർന്ന് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെട്ടി പിന്നെ ഇതാക്കണം കുറേ ഒരു ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെട്ടിയിട്ട്. പുളിമരമാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സാമ്പാർക്കൊക്കെ പുളി വീഞ്ഞാണ്ട് ഇടൂല മീൻ കറിക്കൊക്കെ. അപ്പോൾ അതൊക്കെ മുളച്ച് പൊന്തിയിട്ട് വലുതായി തുടങ്ങിയിരുന്നുട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് അവിടെ നിന്ന് തെളിച്ച് നല്ല വെയിൽ വരുന്ന ആ ഒരു തെളിവാക്കിയിരിക്കണം കേട്ടോ. പൊതുവേ ഇങ്ങോട്ട് ഇതാക്കണ വെയിൽ തട്ടലൊക്കെ ഭയങ്കര കുറവാണ്. ഈ ഒരു അടുക്കളയ്ക്കും മുറ്റത്തേക്കും വെയിൽ തട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. ആ വെള്ളം അങ്ങനെ ചീച്ചളിച്ചിങ്ങനെ നിൽക്കും. അതിൻ്റെ ഇടയിലൊക്കെ ലിയ വന്നിട്ടുണ്ടോ, ഓൾ TV കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഓൾ അവിടെ ഇരുന്ന് TV ഉണ്ട്, ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നമുക്കിതാ വർത്താനം പറയാം, ഓളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഓൾ ആ ഒരു പണി എടുക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പണി എടുക്കട്ടെ. അങ്ങനെ ആ ഒരു കത്തിക്കലും കുറേ പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ കവറിലും ചാക്കിലാക്കി എടുത്ത് വെച്ചു. പിന്നെ ബാക്കി കുറച്ച് പേപ്പറും കാര്യങ്ങളും അടിച്ചു വാരിനെ ഒരു കൊട്ടയിലാണ് ഇടൽ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിട്ട് അതൊക്കെ ഒന്ന് കത്തിച്ചു. ഇനിയിപ്പോൾ നല്ല വെയിലാണല്ലോ, ഇപ്പോൾ കത്തിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ചീഞ്ഞളിഞ്ഞ് അവിടെ കിടക്കും. അപ്പോൾ വിചാരിച്ചാണ് ഞാൻ അതൊക്കെ ഒന്ന് കത്തിച്ച് പ്ലാസ്റ്റിക്കൊക്കെ വേറെ ആക്കി. ഒരു ചൊവ്വാഴ്ച വരും കേട്ടോ, പഞ്ചായത്തുകാരാണ് പ്ലാസ്റ്റിക് കൊണ്ടുപോകണത്. 2 മാസം കൂടുമ്പോഴാണ് ഓല് വരിക. ഒരു 50 ഉറുപ്പ്യം വേണം കേട്ടോ കൊടുക്കുക, അതുകൊണ്ടല്ലോ പറയാൻ. അപ്പോൾ 50 ഉറുപ്പ്യൊക്കെ കൊടുത്തിട്ടിരിക്കണം. അപ്പോൾ ചൊവ്വാഴ്ച വരും എന്ന് പറയുന്നുണ്ട്, പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചിമാർ. അപ്പോൾ ഞാൻ അതൊക്കെ ചാക്കിലാക്കി അവിടെ സെറ്റപ്പാക്കി വെച്ചിക്കണം. ഇനിയിപ്പോൾ വന്ന് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അങ്ങനെ ആ ഒരു പടി കഴിഞ്ഞ് ഇതാക്കണം. ഞാൻ തീയൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കിയാണ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ് തീയൊക്കെ ഇട്ട് കേട്ടോ. അല്ലെങ്കിൽ മടിച്ച് പണിയിൽ വിടുന്നതാണോ അതൊക്കെ, അവിടെ ഇവിടെയൊക്കെ ഒന്ന് തോടിയായിട്ട് അങ്ങനെ ആക്കി വെക്കലാണ് നമുക്ക് പൊതുവേ ഉള്ളൊരു കാര്യം. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ വിശദീകരിച്ചൊന്ന് സേവനാധാരം തന്നെ നടത്തിയിരിക്കണ്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം ഒന്ന് തിരുമ്പാൻ ഇറങ്ങട്ടെ. തിരുമ്പാൻ മക്കളൊന്നും വല്ലാതെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തിരുമ്പാനും കുറവാണ് കേട്ടോ. ഞാൻ വേഗം ഒന്ന് തച്ച് തിരുമ്പി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തിരുമ്പാനുള്ള മടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇല്ല സ്ഥലത്തിൽ ഇതാക്കണം നമുക്ക് വീടും കാര്യങ്ങളും കോഴിക്കോടും വർഗം തട്ടിന്ന് പറഞ്ഞാൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒക്കെപ്പാടെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു ഇവിടുന്ന് തിരുമ്പൽ. പിന്നെ വെള്ളം പിന്നെ അപ്പുറത്തെ താത്താൻ്റെ കൂടെയൊക്കെ പോയി അതൊക്കെ ഒരു ഭയങ്കര സുയിപ്പില്ല പരിപാടിയാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒക്കെപ്പാടെ വിചാരിച്ചിട്ടാണ് പിന്നെ പുഴയിൽ നിന്ന് കുളിയാക്കിയത്. പുഴയിൽ നിന്ന് കുളിക്കാൻ പിന്നെ ഒരു വൃത്തിയാണല്ലോ, ഒരു സമാധാനമാണ്. അങ്ങനെ അതിൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ തോരയിടട്ടെ കേട്ടോ. വെയിൽ പോകുമ്പോഴത്തേന് ആ പണി കൂടി കഴിക്കണം, എന്നിട്ട് വേണം നമുക്ക് വാർപ്പുങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ വാർപ്പുങ്ങൾക്ക് പണ്ടത്തെ മാർക്കൊന്നുമല്ല, അവിടെ നിന്നൊന്നല്ല വെപ്പ് കേട്ടോ, വെച്ച് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ചെമ്പിൽ വെച്ച് കൊണ്ടുവന്നാൽ പിന്നെ ഇവിടെ പെണ്ണുങ്ങൾക്കൊന്നും വലിയ പണിയില്ലല്ലോ, വെക്കലും വിളമ്പലും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. വിളമ്പൽ പിന്നെ ആണുങ്ങൾ കഴിക്കുമല്ലോ. പിന്നെ വാർപ്പിന് പെണ്ണുങ്ങൾ ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവരെ നോക്കി ഇങ്ങനെ കുത്തിരിക്കുക എന്നല്ലാതെ അതിൻ്റെ മേലെ കയറി പണിയെടുക്കാനൊന്നും നമുക്കാവില്ലല്ലോ. പണ്ടാണെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തുനിന്ന് എല്ലാവരും കൂടിയിട്ട് വെക്കലും വിളമ്പലും അരിയലും പറഞ്ഞാൽ ഓരോരോ പണികൾ കഴിക്കാറില്ലേ. ഇപ്പം അങ്ങനെയൊന്നല്ല, വെച്ചാണ്ട് കൊണ്ടുവരികയാണ്. നമ്മൾ ഗുഡ്സിലൊക്കെ ചോറും ചെമ്പ് വലുതാക്കിയാണ് കൊണ്ടുവന്നാലുണ്ടല്ലോ, അതിനകത്ത് തിന്നാൻ നേരത്തെ എത്തിയാൽ പോരെ. അപ്പം അങ്ങനെയാണ് വാർപ്പുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോരോ പണി എടുത്തുകൊണ്ട് നിൽക്കുന്നത്. രാവിലെ ഞാൻ അവിടെ ഒന്നും പോയിട്ട്
അമ്മോൻ്റെ വീട്ടിലൊന്ന് പോയി പോകുന്നതാണ്. അപ്പോൾ അവിടെ വലിയ പണിയൊന്നുമില്ല. ഉച്ചക്കിൽ ഇതാക്കണ ബിരിയാണിയാണെന്ന് പറഞ്ഞു. പിന്നെ 10 മണിക്ക് കഞ്ഞി ചമ്മന്തി ഉണക്കമീനാണ്. അപ്പോൾ അതും ഓല് രണ്ടാളും തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ ആൾക്കാർ വരുന്നുള്ളൂ. ഓരോ കുടുംബക്കാരൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ചിരുന്നു. അപ്പോൾ ഓലൊക്കെ അങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയല്ലോ, ഒരു കമൻറ്റ് വന്നിട്ട് ഇങ്ങനെ അയൽ കെട്ടാൻ പാടില്ല എന്ന്. അപ്പോൾ അയൽ ഇത് ഞാൻ കെട്ടിയതല്ല, ഇത് കേബിളിൻ്റെ വള്ളിയാണ്, TV-ൻ്റെ കേബിളിൻ്റെ വള്ളിയാണ്. അതിമക്കൂടെയാണ് ഇടുന്നത്. അപ്പം ഉപയോഗമൊന്നുമില്ല. അപ്പോൾ മുറിച്ചിട്ടതാണ്. പക്ഷെ അത് കെട്ട് കഴിച്ച് കൊണ്ടുപോയിട്ടില്ല കേട്ടോ കേബിളാരം. അപ്പോൾ അതിന്മേലാണ് ഇപ്പോൾ തോരയിടുന്നത്. അവിടെയാണ് കുറച്ച് വെയിലും ഉള്ളൂ. അങ്ങനെ ഇതാക്കണം. ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വേഗം ഇതാക്കണം വാർപ്പുങ്ങൾക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമല്ലേ വാർക്കണ കാണാനായിട്ട്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരും ബഹളവും ഒച്ചയും വിളിയും ഒക്കെ ഇക്കാരല്ലേ. സിമെൻ്റ് കൂട്ടലും പിടിക്കലും ഇടുക്കലും എന്നും പറഞ്ഞാൽ കുറേ ജനങ്ങളാവും. അത് ഒന്ന് കമ്പിയിട്ട് കുത്തി അളക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എന്തൊക്കെയോ യന്ത്രങ്ങളാണ് കണ്ടോ. ഇവിടെയൊക്കെ യന്ത്രം ഉണ്ടാക്കണ്. കോരാൻ മാത്രമേ ആൾക്കാരുള്ളൂ. ഇങ്ങനെ പിടിച്ച് തിരിക്കണ ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പം നേരമൊക്കെ വന്നതല്ലേ. അല്ലെങ്കിൽ പെരും ഒച്ചയും വിളിയാവൂലേ. ഒരു 3, 3:30, 4 മണിയോടടക്കം ഒരു വാർപ്പ് തീരാണെങ്കിൽ. അപ്പോൾ ഈ ഒരു വീട് ഞാനത് മുന്നേ ഇട്ടുന്നിട്ട് ഇതിൻ്റെ കട്ടിൽ വെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നേ ഇട്ടതായിരുന്നു. അപ്പോൾ വലിയ അമ്മോൻ്റെ വലിയ മകൻ്റെയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ പുഴേൻ്റെ തൊട്ടടുത്താണ് വീടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതാക്കണ റബ്ബറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വലിയ പണികളൊന്നും ഇല്ലല്ലോ ചോദിച്ചാണ്ട് റബ്ബറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു 2-2:30 ആയപ്പോൾ ഇതാക്കണം ചോറൊക്കെ വിളമ്പി നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാക്കുന്നത് തിന്നിട്ട് എല്ലാവരും റബ്ബർ തന്നെ ഇരിക്കുക. വീട്ടിൽ പോയാൽ അവിടെ അകപ്പാടെ പെരുന്നോണ്ടാവും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. എല്ലാവർക്കും ഇതാ ഇതാക്കുന്ന സ്കൂൾ കുട്ടികളെ മറിക്കില്ല, എല്ലാവരും കൂടിയിട്ട് ഇരിക്കുമ്പം. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നത് ഇതാക്കണം, ഒരു വീടുണ്ടായാലും ഒരു കുടുംബം ഉണ്ടാവുള്ളൂ അല്ലേ. ആ കുടുംബത്തിൽ 2-3-4 കുട്ടികളും കൂടി ഉണ്ടായാൽ അതിൽ പരം വേറെ സന്തോഷമില്ല. അപ്പോൾ ഏതായാലും ആ ഒരു വീടൊക്കെ കയറ്റിയിട്ട് ഒരു താമസം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ തിന്നാനല്ലേ നല്ല മയക്കുണ്ടായിരുന്നു. നല്ല മയങ്ങി നല്ല ഉഷാറായിട്ടൊന്ന് മയങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 4-4:30 ആയപ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ളൊരു പൂതി വന്നു നിന്നിട്ട്. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പീടികയിൽ പോയി പാൽപ്പൊടി വാങ്ങിക്കൊണ്ടുവന്ന് മുറുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് കുടിക്കാട്ടോ. അപ്പോൾ ഇവരൊക്കെ സ്കൂളിട്ട് വന്നിട്ട് വേണ്ടേ. അപ്പോൾ മൂപ്പരും തന്നെ കടന്നുറങ്ങാം, ഭയങ്കര ഉറക്കത്തിലാണ്. അപ്പോൾ അതിന് നീച്ചിട്ട് വേണം ചായ കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതാക്കണ തീറ്റയും കൂടിയൊക്കെ തന്നെ ഉള്ളൂ പരിപാടി കേട്ടോ. ഇന്നത്തെ ഏതായാലും ഇങ്ങനെയാണുള്ളത്. ഇനിയിപ്പോൾ ഓള് സ്കൂളിട്ട് വന്നിട്ട് ഓളെയും കൊണ്ടിട്ട് നാത്തൂൻ്റെ വീട്ടിൽ പോകണം. വലിയ നാത്തൂൻ്റെ വീട്ടിലാണ് എല്ലാവരും വിരുന്ന് പോയിക്കണം കേട്ടോ. നമ്മൾ അമ്മായിയമ്മ ഉണ്ട്, ചെറിയ നാത്തൂനുണ്ട്, ഇളച്ചൻ്റെ 2 കുട്ടികളുണ്ട്, പിന്നെ മോലൊക്കെ പോയിട്ട് ഒരാഴ്ച അയക്കണം കേട്ടോ. അപ്പോൾ ഇവക്ക് സ്കൂളുണ്ടായിട്ട് ഇങ്ങനെ നിന്നതാണ്. അപ്പം ആകപ്പാടെ ഒരു ബോറടിയാണ് ഓൾക്ക്. ചേച്ചിയില്ല, ഏട്ടനുമില്ല, കച്ചറ വിടാൻ ആരുമില്ല. അതാണ് ആകപ്പാടെ ഒരു വിഷയം, കച്ചറ വിടാൻ ആളില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് കൊത്തി ഇങ്ങോട്ടൊന്നും കൊത്തി എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് പരാതിക്കെട്ട് അയക്കാനുള്ളൂ നേരം ഉണ്ടാകുക. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു 6 മണിയായപ്പോഴാണ് കേട്ടോ പിന്നെ പോയാൽ തുടങ്ങി. ഓള് വന്ന് കുളിച്ച് മാറ്റിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 6 മണിയായി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. 5:30-6 മണിയായി തുടങ്ങി. അപ്പോൾ മൂപ്പര് ഇത് എണ്ണ അടിക്കാൻ വേണ്ടി മമ്പാടറ്റം പോയതാണ്. ഞങ്ങൾ ഇതാക്കണം ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നല്ല ഉഷാറായിട്ട് വെയിറ്റ് ചെയ്യാണ്. എനിക്കാണെങ്കിൽ ജലദോഷം പിടിച്ചിട്ട് മൊത്തത്തിലൊരു ജലദോഷമായിട്ട് എന്നിത് നട്ടാൽ ഉച്ചക്കല്ല കുളി കഴിഞ്ഞത്. അപ്പം നല്ല ജലദോഷം പിടിച്ചിരിക്കണ്. അപ്പം ഞാനിത് തുമ്പലും ചീറ്റലായിട്ട് ഇവിടെ ഇരിക്കാട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാട്ടെ. ഓള് ചീത്ത അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നീച്ചാണ് ആ വീടിൻ്റെ മുറ്റത്ത് നിന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കാണെങ്കിൽ നീച്ച് നിൽക്കാൻ വെച്ചിട്ട് ഈ ജലദോഷം പിടിച്ച അകപ്പാട് ഒരു കുഴക്കല്ലേ കാരണം. അപ്പം നല്ല ഒരു ക്ഷീണം ഉണ്ടേ നിൽക്കും. അപ്പം ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഇടക്കരയാണ് നാത്തൂൻ്റെ വീട്. മൂപ്പര് ഓളെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോഴത്തേന് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ വിചാരിച്ച് ഞങ്ങൾ 3 ആളുമാണ് കേട്ടോ പോയത്. പിന്നെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞതാക്കണ ഒരു ജാതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചറിയലുണ്ടായിരുന്നു കേട്ടോ. പണ്ടില്ലേ വിളിച്ചറിയുമ്പം ഒരു നോട്ടീസ് ഇങ്ങനെ ഇടുന്നില്ലേ. അപ്പം വണ്ടി ചെന്ന് എടുക്കണമൊക്കെ ഒരു ഓർമ്മ വന്നിട്ട്. അപ്പം അതാ ഇരുട്ടടിയാണ്. ഞാനൊക്കെ വയനാട്ടിൽ പെട്ടതാണ്. അവ്യനെ കാണാല്ലോ, മാറിക്ക് അവ്യനെ കാണാല്ല. അമ്മി കുപ്പായിടെ തവ്യ കാണാല്ല. ഇവനേണ്ടില്ല ചെങ്ങായി ഇങ്ങോട്ട് നോക്ക്. ഞെരി ഓട്ടിക്ക അമ്പാടി ഇങ്ങോട്ട് യോ തെറ്റിയോ എന്താ എനിക്ക് പറയാല്ലേ? 2 വാക്ക് പറ. ഞാൻ സൂപ്പറാണ് പറ. അങ്ങനെ ഓളവിടെ ഇറക്കി പോകുന്നുണ്ടോ. തിരിച്ചെത്തിയപ്പോൾ 9-9:30 10 മണിയോടെ അടുക്കണുണ്ടായിരുന്നു. പിന്നെ ഇടക്കരന്ന് ഇതാക്കണ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ടോ. ഇടക്കര പിന്നെ കുറച്ച് വലിയ ചന്തയാണല്ലോ. അപ്പോൾ പച്ചക്കറി ചന്തയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ടോ. പിന്നെ ഒരു മട്ടിപ്പായിരുന്നു. എല്ലാവരും പോയി. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ തന്നെ മട്ടിപ്പാണ് കേട്ടോ. ഭയങ്കര മടിയാണ് മക്കളൊന്നും ഇല്ലെങ്കിൽ.
അപ്പോൾ ഇതാക്കണ് ഞങ്ങൾ പോകുന്ന പോക്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഇതൊക്കെ ഇപ്പോൾ നമ്മളെ ഒരു ജോലിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോരുകയാണ്. ഒരു മടി ഉണ്ടായിരുന്നു കേട്ടേക്ക്, ഇങ്ങനെ ഒരു ചാറ്റലും ചീച്ചലും, പിന്നെ മക്കളും ഇല്ല, അകപ്പാടൊരു ബോറടിയായി കാരണം ഇപ്പോൾ 2 ദിവസത്തിന്. അപ്പം ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വന്നിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണണം ബെൽ ബട്ടൺ നോക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തോളിട്ടോ. പിന്നെ കമൻറ്റ് ചെയ്തോളി. ബൈ ബൈ.